اللهم صل وسلم وبارك على رسولك سيدنا محمد النبي الأمي وعلى آل رسولك سيدنا وحبيبنا ومولانا محمد. اللهم انصر وبلغ ثواب ما قرأناه وما صليناه إلى حضرة النبي المصطفى محمد صلى الله عليه وسلم، وإلى حضرات جميع آله وأهل بيته وأصحابه وأزواجه وذريته وعترته أجمعين، وإلى حضرات جميع الأنبياء والمرسلين والشهداء والزهاد والأولياء العارفين والصالحين وأهل الخير كلهم أجمعين. اللهم أمدنا بمددهم وانصرنا بنصرهم، وإلى حضرات أرواح من ماتوا منا ومن المؤمنين والمؤمنات والمسلمين والمسلمات. اللهم اجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين بحقوقهم، واغفر كل ذنوبنا واشف كل أمراضنا وحسن كل مرادنا وبلغ كل آمالنا، وبارك لنا في جميع أمورنا وفي هذا الأمر خاصة يا رب العالمين. اللهم وفقنا لكمال المتابعة لنبينا محمد المصطفى صلى الله عليه وسلم. اللهم أرنا وجه حبيبنا وسيدنا محمد المصطفى صلى الله عليه وسلم. اللهم اجعلنا من خيار أمة نبينا محمد المصطفى صلى الله عليه وسلم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ അബ്ദുസ്സലാം ഫൈസി എന്നാണ്, അതുപോലെ തന്നെ PTA പ്രസിഡന്റ് ഫൈസൽ ഫൈസി ഉസ്താദ്, മറ്റു വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മഹല്ലത്തിൽ തന്നെ എൻ്റെ മുമ്പിൽ ഉപവിഷ്ടരായിട്ടുള്ള രക്ഷിതാക്കൾ, അതുപോലെ തന്നെ നമ്മുടെ വേദിയിലെത്തിയിട്ടുള്ള ഉമർ സാഹിബ് എന്നെയും പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഉമ്മമാർ, സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥികൾ, നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ അധ്യയന വർഷത്തിലെ ഏറ്റവും വളരെ മഹത്തരമായ ആദ്യത്തിലെ ഒരു പ്രോഗ്രാമിലാണ്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഇനാഗുറേഷൻ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ അസീലിന്റെ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത് അതിന്റെ ഒരു ഇൻവെസ്റ്റിഗർ സെറമണിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വളരെ മനോഹരമായി നമുക്ക് സംവിധാനിക്കണം. അതിൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ അവസാനം വരെയുള്ള നിങ്ങളുടെ സഹകരണം ഉണ്ടായിരിക്കണമെന്ന് ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് 11 മണിയാകുമ്പോഴേക്കും നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഈ പ്രധാനപ്പെട്ട സീലിന്റെ ഇനാഗുറേഷന് വേണ്ടി ഇൻഷാ അല്ലാഹ് എത്തിച്ചേരും. അതിന് മുന്നോടിയായിട്ടുള്ള ഇൻഷാ അല്ലാഹ് ഒരു സെഷനിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പ്രവാചക സ്നേഹം
നമുക്കെല്ലാം അറിയുന്നത് പോലെ നമ്മളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ്. പ്രവാചക സ്നേഹം എന്നത് ഓരോ മുസ്ലിമിന്റെയും അകത്തളത്തിൽ കുടികൊള്ളുന്നതാണ്. പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് പ്രവാചകന്റെ ഓരോ സുന്നത്തുകളും നമ്മൾ ജീവിതത്തിൽ പകർത്തുക എന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിന് പ്രവാചകന്റെ ഒരു അനുയായി കൊണ്ട് നമ്മൾ എല്ലാവരും ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കണം എന്നാണ് പറയാനുള്ളത്. സുദീർഘമായി സംസാരിക്കുന്നില്ല. ആദ്യമായിട്ട് എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട രക്ഷിതാക്കളും ഇവിടെ ഒഴിച്ചു കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട അതിഥികളെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ സലാം ഫൈസി ഉസ്താദിനെ ആദരവുമായി നിങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഈ അനുഗ്രഹീതമായ ഈ സദസ്സിൽ ബഹുമാനപ്പെട്ട അനിൽ മാഷ് അവർക്ക് നമുക്കറിയുന്നത് തിരക്ക് പിടിച്ച ദിവസമാണ്. അദ്ദേഹം നമ്മോട് അഭിമുഖീകരിക്കും. ഈ പ്രദേശത്തിന്റെ ഒരു നിഴലായി ഒരു അനുഗ്രഹമായി ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പങ്കുവെക്കുന്നതും ഞങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നതുമായിട്ടുള്ള ഈ സ്ഥാപനത്തിന്റെ സാരഥി ബഹുമാനപ്പെട്ട അമീർ മാഷ് അവരെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ അധ്യക്ഷവേദി സ്ഥാപനത്തിന്റെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സലാം ഫൈസി, നമ്മുടെ വിശിഷ്ട അതിഥിയായി ഇവിടെ സംബന്ധിക്കുന്ന പേരാമ്പ്രയിലെ അസെറ്റ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തന്നെ നേതൃത്വപരമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ജീവാത്മാവും പരമാത്മാവും എന്ന് വിശേഷിപ്പിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ഇബ്രാഹിമിക്ക് നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു അഭിജയകാംക്ഷയാണ്. കിലോമീറ്ററുകൾ താണ്ടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മളുമായി ഒരുമിച്ചൊരു പരിപാടി ഉണ്ടായിരുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ആദരണീയരായ വേദിയിൽ ഉപസ്ഥിതരായിട്ടുള്ള ഇബ്രാഹിംകുട്ടി സാഹിബ് അടക്കമുള്ള നേതാക്കന്മാരെ, ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ഫൈസി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ, മറ്റു വേദിയിൽ ഉപസ്ഥിതരായിട്ടുള്ള സലീം സാഹിബ് അടക്കമുള്ള വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലും മലപ്പുറം ജില്ലക്കും അഭിമാനകരമായ വലിയ റിസൾട്ട് ഉണ്ടാക്കി തീർക്കുക. പ്രത്യേകിച്ച് ഒരു കാലത്ത് മലപ്പുറത്തെ കുട്ടികൾ റാങ്ക് നേടിയപ്പോൾ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞിരുന്നത് നാച്ചുറലായിട്ട് മലപ്പുറത്തെ കുട്ടികൾക്ക് അവസരങ്ങൾ കിട്ടിയാൽ അവരെല്ലാം കീഴടക്കുമെന്നത് തെളിയിക്കാൻ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകി മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് മുതൽ പൊന്നാനി വരെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ജില്ലാ പഞ്ചായത്തിന്റെ പ്രൊജക്ട് വളരെ ഭംഗിയായി വിജയിപ്പിച്ച സലീം സാർ അടക്കമുള്ള വിദ്യാഭ്യാസ പ്രവർത്തകരുള്ള ഈ നബിദിന സദസ്സില് ഒരുപാട് രക്ഷിതാക്കന്മാരും അതേപോലെ തന്നെ ഉമ്മമാരും ഇവിടുത്തെ വിദ്യാർത്ഥിനികളും അടക്കം വളരെ ഭാഗ്യം സിദ്ധിച്ച ഒരു സദസ്സാണ് ഇന്ന് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, വിദ്യാർത്ഥിനികൾ ഇന്ന് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തില് ലോകോത്തര നിലവാരത്തിലേക്ക് പഠിച്ച് വളർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇബ്രാഹിം സാഹിബ് ഞങ്ങളൊക്കെ മുസ്ലിം ലീഗിന്റെ ദേശീയ ഓഫീസ് ഉദ്ഘാടനം ഡൽഹിയിൽ നടന്നു. സത്യം പറഞ്ഞാൽ അതൊരു വെറും ഒരു ഓഫീസല്ല, അവിടെ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാൻ സാധിച്ചു. മലപ്പുറത്ത് നമ്മുടെ പാലക്കാട് മുനമ്പറലി വിദ്യാർത്ഥികൾ ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ എത്തും. അവരുടെ ഒരു അടുത്ത ഉള്ള ഒരു പെൺകുട്ടിയാണ്, ഡൽഹിയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ആ കുട്ടിയാണ് ആ ഓഫീസിൽ അന്ന് ഏറെക്കുറെ ഞങ്ങൾ ഓഫീസ് ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ
അതൊന്ന് കാണണം എന്നുള്ള നിലയിൽ ഞങ്ങളൊക്കെ രാവിലെ അവിടെ വിസിറ്റ് ചെയ്തു. ഇവിടുന്ന് പെരുന്തൽമണ്ണയിൽ ഒരുപാട് ചെറുപ്പക്കാരവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടിയുടെ ഒരു ആവേശം ഞങ്ങൾക്കൊരു ആസ്ഥാനമായി ഇനി ഞങ്ങൾ മുന്നോട്ട് ഗമിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ആൺകുട്ടികളെക്കാളും ആണുങ്ങളെക്കാളും വളരെ ഗൗരവത്തിലും വളരെ ചിന്താധിപമായാണ് ആ കുട്ടിയുടെ സംസാരങ്ങൾ പലപ്പോഴും ഞങ്ങളവിടെ പങ്കെടുത്തവർക്കൊക്കെ വലിയ ഫീൽ ഉണ്ടാക്കി. അപ്പൊ അവളെ പോലെ ഒരുപാട് പെൺകുട്ടികൾ ഈ മലപ്പുറം ജില്ലയിൽ നിന്നും കേരളത്തിന്റെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഡൽഹിയിലെ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിലും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവർക്ക് ചോദിക്കാനും പറയാനും അല്ലെങ്കിൽ അവർക്ക് ഒരു അത്താണി അതോടുകൂടി ഉണ്ടായി എന്നുള്ളത്. അതിനുശേഷമുള്ള ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ 100% അടിവരയിടുന്ന രൂപത്തിലായിരുന്നു ആ പ്രോഗ്രാം. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ രണ്ടാം ഉയർത്തെഴുന്നേൽപ്പ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ചരിത്രപരമായ ദൗത്യമാണ് അവിടെ നിർവഹിക്കപ്പെട്ടത്. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞു വരുന്നത് വിദ്യാർത്ഥികളുടെ സാന്നിധ്യം, പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികളുടെ സാന്നിധ്യം വളരെ വലുതായി. ആ സമ്മേളനത്തിന്റെ ശരിക്കുള്ള വിജയം അതില് 50% വിദ്യാർത്ഥികളായി. അതിലൊരു 60-70% മലയാളി വിദ്യാർത്ഥികളാണ്. അതിൽ 20% പെൺകുട്ടികളാണ്. അപ്പൊ അതിൽ 30% അവിടെ പങ്കെടുത്തതിൽ അതിലെ രാഷ്ട്രീയ പാർട്ടികളെ ബന്ധപ്പെട്ട പ്രതിനിധികളായിരുന്നു. 20% സ്ത്രീകളും പെൺകുട്ടികളുമായിരുന്നു. ആ സദസ്സ് അങ്ങനെ അതിന്റെ ഓഡിയൻസ് നോക്കിയാൽ ശരിക്കും നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒന്നും അന്യമല്ല. ഇപ്പൊ സലീം സാർ 1-2 കാര്യങ്ങൾ പറഞ്ഞു. എന്റെ അനുഭവമുള്ള 1-2 കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് അതൊന്നും കൂടി ഇൻസ്പിറേഷൻ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് ഞാനൊരു പ്രസംഗത്തിന്റെ അപ്പുറത്തേക്ക് എന്റെ ഒരു യാഥാർത്ഥ്യം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കും. ഞങ്ങൾ കോട്ടക്കൽ ഇതേപോലെ മലബാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടുന്ന് ഷറഫിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഫുൾ A+ കൂടി പാസ്സായിരുന്നു. 2 വർഷം അവര് +2 പഠിച്ച് 3 വർഷം ഡൽഹിയിലെ മെറിഡിയൻ കോളേജിലാണ് അവര് ഡിഗ്രിക്ക് ചേർത്തത്. ഞങ്ങളുടെ മഹല്ല് പ്രസിഡന്റ് ഷബീർ മുസ്ലിയാർ ആണ്. അദ്ദേഹത്തിന് മഹല്ല് പ്രസിഡന്റിന്റെ മകളെ കൂടിയാണ്. അവര് പിന്നെ സെയ്തുൻ എന്ന സ്ഥാപനത്തില് +2 പഠിച്ച് പിന്നീട് അവർ ഡൽഹിയിലാണ് ഇതേപോലെ ഡിഗ്രി പഠിച്ചത്. പിന്നെ അവര് വന്നത് നാട്ടിൽ വന്ന് ലോകത്തിലെ ഇന്റർനാഷണൽ റാങ്കിംഗ് ഉള്ള യൂണിവേഴ്സിറ്റിയിൽ PGക്ക് ചേരണമെന്നാണ് ആ കുട്ടിയുടെ സ്വപ്നം. അവരുമായി ഞാൻ ഒരുപാട് സംസാരിച്ചു. അവർ അങ്ങനത്തെ ഒരു കോളേജ് കിട്ടിയാല് അങ്ങനെ റഷ്യയില് ലോകത്തിലെ 7ാം റാങ്കുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ PG കഴിയുകയും ഈ അടുത്ത ഈ വർഷം ഒരു 4 മാസം മുന്നേ അവിടുന്ന് കോഴ്സ് പൂർത്തിയാക്കി അവർ തിരിച്ചു വരികയും ഇപ്പോ ഈ ഇസ്രായേലിൽ ഇത്രയും വലിയൊരു പ്രക്ഷോഭം നടക്കുന്ന അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രതിരോധം നടക്കുന്ന ഈ സമയത്ത് തുർക്കിയിൽ ലോകത്തിലുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലോക മുസ്ലിങ്ങളെ എങ്ങനെ ഒന്നിച്ചു നിൽക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള പ്രബന്ധം അവതരിപ്പിക്കാൻ ഒരു ഇന്ത്യൻ മലപ്പുറത്തെ കോട്ടക്കലെ പറപ്പൂര ഞങ്ങളുടെ മഹലിലെ ഒരു ഷർഫിയ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്കാണ് അവിടെ ആദ്യത്തെ അവസരം കിട്ടിയത്. 2 മണിക്കൂർ പ്രസന്റേഷനാണ് തുർക്കിയിൽ നടത്തിയത്. ഇവളായിരുന്നു ആദ്യത്തെ പ്രസന്റേഷൻ കിട്ടിയത്. ആ ഒരു ദിവസം ഒരു പ്രസന്റേഷൻ ഉണ്ടാവും, ബാക്കി അതിനെ പറ്റിയുള്ള കോർഡിനേഷനും ഡിസ്കഷൻസുമായിരുന്നു. ഇപ്പൊ ആ കുട്ടി അവിടെ പോയി പങ്കെടുത്ത് തിരിച്ചു വന്ന് 6 യൂണിവേഴ്സിറ്റികളിലും 6 വിദേശ എംബസികളിലും MA പൊളിറ്റിക്കൽ സയൻസ് കഴിഞ്ഞ് 7ാം റാങ്കോട് കൂടിയ ഈ പെൺകുട്ടിക്ക് ഇന്ന് ജോലി ഓഫറാണ്. ഇന്നലെ രാത്രി ഞാൻ ഇവരെ പിതാവുമായി, എന്റെ അടുത്ത സുഹൃത്താണ് ഷബീർ മുസ്ലിയാനുമായി സംസാരിച്ചിരുന്നു. അപ്പോ റഷ്യയിലുള്ള UAE എംബസിയിൽ 16 ലക്ഷം രൂപ മന്ത്ലി സാലറിക്ക് ഇപ്പൊ അവർക്ക് ജോലിക്ക് ഓഫർ കിട്ടിയിട്ടുണ്ട്. അവിടെ ജോയിൻ ചെയ്യാനാണ് താല്പര്യമുള്ളത്. ഇപ്പൊ സലീം സാറ് ഇന്ത്യൻ സാഹചര്യങ്ങൾ പറഞ്ഞു. നമുക്ക് അവസരങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾക്ക് ഇന്റർനാഷണൽ ലെവലിലുള്ള അവസരങ്ങളാണ്. ഇതൊന്നും ഒരു പരികേറാമല്ല, ഒരിക്കലുമല്ല. ഇപ്പൊ തൊട്ടടുത്ത് അവർ നേരെ അനിയത്തി ഷാഹിദ, അവരിപ്പോ ഇതേപോലെ ഡൽഹിയിലെ കാർഗിൽ കോളേജിൽ ഇപ്പൊ ഡിഗ്രിക്ക് വേണ്ടി പഠിച്ചു. മലബാർ സ്കൂളിൽ തന്നെ അവർ SSLC A+ കഴിഞ്ഞ് 2 വർഷം മുന്നേ കഴിഞ്ഞു. ഇപ്പൊ +2 കഴിഞ്ഞു. ഇതേപോലെ അവസരം കിട്ടി. അപ്പൊ ഡൽഹിയിൽ അങ്ങനെ ഒരുപാട് അലിഗർ മുതല് ജാമിയ മില്ലിയ മുതല് ഒരുപാട് സ്ഥാപനങ്ങളിൽ പൂർണ്ണമായ ഇസ്ലാമിക സംരക്ഷണത്തോടു കൂടി 100% ട്രാൻസ്പെറന്റ് ആയി നമ്മുടെ ആദർശങ്ങളും ആശയങ്ങളും, പ്രത്യേകിച്ച് മെറിഡിയൻ കോളേജിലെ വിദ്യാർത്ഥിനി സർഫിയ പഠിച്ച സമയത്ത് അവിടെ വെറും ഫെമിനിസത്തിന്റെ ഒരു കൂത്തരങ്ങായി.
അവിടെ ആദ്യമായിട്ടാണ് ഒരു ഹിജാബ് ധരിച്ച ഒരു പർദ്ദ ധരിച്ച ഒരു പെൺകുട്ടി ആ കോളേജിൽ അഡ്മിഷൻ വന്നത്. അവിടെ മുഴുവൻ അത്രയും കുത്തഴിച്ച ഒരു ക്യാമ്പസിനെ ഈ കുട്ടി മുഖേന ഇവിടെ വലിയ ഒരു പരിവർത്തനത്തിലേക്ക് അവരൊരു റോൾ മോഡലായി ആ ക്യാമ്പസിൽ അവർക്ക് മാറാൻ കഴിയും. അപ്പൊ നിങ്ങളിവിടെ ഇരിക്കുന്ന ഈ പെൺകുട്ടികളൊക്കെ ഇവിടെ ഇരിക്കേണ്ടവരാൽ നിങ്ങൾക്ക് അതിന് വലിയ ഒരു വിഷനും മിഷനും നിങ്ങളുടെ പ്രിൻസിപ്പൽ ലോകോത്തരമായ വിവിധ വ്യക്തിത്വങ്ങളുമായി വിവിധ അത്രയും സ്ഥാപനങ്ങളുമായി കണക്ഷനും ബന്ധമൊക്കെ ഉള്ള നല്ലൊരു ടീമാണ് നിങ്ങളെ ലീഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇവിടുത്തെ സെയിംസാൻ PSC കൈബന്ധിച്ചാൽ അതിന് നഷ്ടക്കണക്കായി കൊടുക്കേണ്ട. PSC മുതൽ UPSC മുതൽ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അത്രയും ഓപ്പർച്യൂണിറ്റികൾ കാത്തിരിക്കുകയാണ് നമ്മുടെ മുന്നിൽ. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യണം? റിസ്ക് എടുക്കണം. റിസ്ക് എടുക്കാതെ ഇപ്പൊ നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ നമ്മുടെ മലയാളികൾ അഭിമാനമാണ് യൂസുഫ് അലി സാഹിബ്. അദ്ദേഹത്തിന്റെ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വന്നത്. ഇന്നിപ്പോ അദ്ദേഹം എന്തായി? ഒരുപാട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുട്ടികളെ വിദ്യാഭ്യസിപ്പിക്കാനും കല്യാണം കഴിപ്പിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു നിശ്ചയദാർഢ്യം വളരെ എഫക്റ്റായി. അപ്പൊ നമ്മൾ എന്താണ്, കുറച്ച് കാലത്തേക്ക് നമ്മൾ നന്നായി റിസ്ക് എടുക്കും. നമ്മൾ +2 പഠിക്കുന്ന കുട്ടികൾക്ക് ഈ വർഷം വേറെ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ഇന്റർഗ്രേറ്റഡ് B.Ed, ഇപ്പൊ ഡിഗ്രിയുടെ കൂടെ തന്നെ B.Ed ചെയ്യുന്നു. ഇപ്പൊ ഈ വർഷം ഷാഫി കോളേജില് ഓട്ടോണമസ് കോളേജായി അവിടെ ഇന്റർഗ്രേറ്റഡ് B.Ed ആദ്യമായി നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇംപ്ലിമെന്റ് ചെയ്തു. 2008 മുസ്ലിം കുട്ടികളാണ് സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരായി കേരളത്തിലുള്ളത്. അതിൽ 18 പേർ മാത്രമാണ് മുസ്ലിം പെൺകുട്ടികളുള്ളത്. വളരെ കൃത്യമായ ഒരു പഠനം. സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പ് മദിരാശി ഗവൺമെന്റ് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ ഒരു കണക്കാണ്. ആ കണക്ക് ഇന്ന് മാറി. പ്രിയപ്പെട്ട E.T. മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോ തിരുവങ്ങാടി PSMO കോളേജിൽ ഒരു പരിപാടിക്ക് ചെന്നപ്പോ മുഴുവൻ പെൺകുട്ടികൾ മാത്രമാണ്. പ്രിൻസിപ്പലോട് വിദ്യാഭ്യാസ മന്ത്രി E.T. ചോദിച്ചു, അല്ല പ്രിൻസിപ്പലെ, ഇതൊരു വനിതാ കോളേജാണോ? എന്റെ ചോദ്യം ചോദിക്കാൻ കുട്ടികൾ ഒന്ന് പറഞ്ഞ മഹാഭൂരിപക്ഷവും പെൺകുട്ടികളായി. വിദ്യാഭ്യാസ രംഗത്ത് അത്ര വലിയ മാറ്റം ഇവിടെ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട മജീസ് സാഹിബും അതുപോലെ സലീമും നിരവധി പെൺകുട്ടികളുടെ പുരോഗതിയുടെ വിപ്ലവത്തിന്റെ കഥ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ എന്ന് പറഞ്ഞാൽ 2 വിദ്യാഭ്യാസവും ഒന്നിച്ച് നടത്തിക്കൊണ്ട് നമ്മുടെ ഈ രാജ്യത്ത് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ മദ്രസ പഠിക്കുന്ന സമയത്ത് മദ്രസ 4ാം ക്ലാസ് വരെയാണ്. ഞാൻ 4ാം ക്ലാസ്സിലെ മദ്രസ കഴിഞ്ഞ് നേരെ പള്ളി ദർസിലേക്ക് ഓതാൻ പോയ കക്ഷിയാണ്. ഇപ്പോഴോ മദ്രസ 12ാം ക്ലാസ് വരെ. 12ാം ക്ലാസ്സിൽ മദ്രസ കഴിഞ്ഞ പഠിച്ചു വന്ന ഒരു സുലൈഖ ഏറ്റവും നല്ല ഒരു മുരിയാർച്ചിയാണ്. മുരിയാർ എന്ന് പറയുന്നതിന്റെ ഈ സ്ത്രീലിംഗം എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ മുരിയാർച്ചി എന്ന് പറയുന്നത്. അവർക്ക് ആവശ്യമായ എല്ലാ ഇൽമും എല്ലാ അഖീദയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി പഠിച്ച് പുറത്തിറങ്ങിയ ഒരു കുട്ടിയായിരിക്കും 12ാം ക്ലാസ്സിൽ നിന്ന് പുറത്തു വരുന്നത്. അത് ഉസ്താദിന്റെ മകനാണെങ്കിൽ തലക്കെട്ടൊക്കെ കെട്ടി 2.5 മീറ്റർ തുണിയൊക്കെ വാങ്ങി ഒരു പുൽക്കൈയൊക്കെ ഇട്ട് നല്ല വേഷത്തെ പുറത്തിറങ്ങും. സ്ത്രീക്ക് അങ്ങനെ ഒരു വേഷവിധാനം എത്ര പാണ്ഡിത്യം ഉണ്ടായിരുന്നാലും പ്രകടിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് അവൾ അങ്ങനെ തന്നെ നിൽക്കുന്നു. എന്നാൽ പാണ്ഡിത്യത്തിന്റെ കാര്യത്തിൽ അത്തരം പെൺകുട്ടികൾ വളരെ മുന്നിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ ശക്തി കൊണ്ടാണ് കേരളത്തിൽ ഈ 2 വിദ്യാഭ്യാസവും ഒരുപോലെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ വരുമ്പോ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് കണ്ടു. അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേരിട്ട് നടത്തുന്ന. തൊട്ടടുത്ത് പട്ടിക്കാട്ട് ജാമിയ നൂരിയ അറബി കോളേജ് ഉണ്ട്. ഏകദേശം എന്താണ് ഈ കോളേജിന്റെ നിഴൽ വന്ന് പതിക്കുന്ന പൂമുഖ മുറ്റത്താണ് ജാമിയ നൂരിയ അറബി കോളേജ്. നൂരിയ സർവകലാശാല എന്ന് പറയും. അങ്ങനെ നൂരിയ സർവകലാശാല അവിടെ, അതുപോലെ നൂരിയ യത്തീംഖാന ഇവിടെ, നൂരിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇവിടെ. ഇതെല്ലാം ഈ മേഖലയിൽ വളർന്നു വരുന്നത്
ഈ മേഖലയിൽ ഉയർന്നു വരുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെയും അതുപോലെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിലെ സ്വാധീനവും എല്ലാം കൊണ്ടാണ് എന്ന ചിന്തയും തിരിച്ചറിവും സഹോദരിമാർക്കും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കുകയാണ്. ഇതിന്റെ വളർച്ചക്കും ഉയർച്ചക്കും അതുപോലെ ഏറ്റവും കഴിവുറ്റ നേരത്തെ ഇവിടെ മജീസായി പറഞ്ഞതുപോലെ വിവിധ രാജ്യങ്ങളിലെ ഭരണാധികാരികളും ഒക്കെയായി നല്ല ബന്ധമുള്ള ഭാഷാപരമായി നല്ല കഴിവുള്ള മനോഹരമായി അറബി സംസാരിക്കാൻ കഴിയുന്ന അറബികളെക്കാൾ അറബി ഉച്ചാരണത്തിൽ കഴിവും മികവും പ്രകടിപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ട അമാനത്ത് ഫൈസിയെ പോലെയുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്ന ഈ സ്ഥാപനത്തെ ഉത്തരോത്തരം വളർത്താൻ നിങ്ങളുടെ ശ്രമവും നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ സഹായവും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ റബീഉൽ അവ്വൽ കൊണ്ടാടുന്ന പ്രവാചകന്റെ 1500-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ സമയത്ത് അവസാനമായി എനിക്ക് എന്റെ സഹോദരിമാരോടും എന്റെ സുഹൃത്തുക്കളോടും പറയാനുള്ളത്, നമ്മൾ ആഘോഷിക്കുക എന്നതിലുപരി പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഓരോ പ്രവാചകന്റെ ജന്മദിനത്തിലും നമ്മൾ വിചാരിക്കേണ്ടത്, തീരുമാനമെടുക്കേണ്ടത് പ്രവാചക ചര്യ അടുത്ത വർഷം ഇന്ന കാര്യം കൂടി ഞാൻ എന്റെ ജീവിതത്തിൽ പകർത്തുമെന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ചെയ്തു കാണിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രവാചകനുള്ള സ്നേഹമായി അംഗീകരിച്ച് എന്റെ ജീവിതത്തിൽ ഞാനിത് മുടങ്ങാതെ നിർവഹിക്കുമെന്ന പ്രതിജ്ഞയും പ്രവർത്തനവുമാണ്. ഒരു 100 സ്വലാത്ത് എല്ലാ ദിവസവും ഞാൻ ചെല്ലുമെന്ന് ഇന്ന് നിങ്ങൾ തീരുമാനിക്കുക. നാളെ തുടങ്ങി അടുത്ത വർഷവും തുടർന്നങ്ങോട്ടും ആ 100 സ്വലാത്ത് ജീവിതത്തിൽ വളരെ കൃത്യമായി നിങ്ങൾ നിർവഹിച്ചാൽ പ്രവാചകനുള്ള സ്നേഹം പൂർണ്ണാർത്ഥത്തിൽ പ്രകടിപ്പിച്ചവരാണ്. നിങ്ങൾ എത്ര ചോറ് വിളമ്പിയാലും, നിങ്ങൾ എത്ര ബിരിയാണി കൊടുത്താലും, എത്ര വലിയ ജാഥ നടത്തിയാലും, ആഘോഷങ്ങൾ നടത്തിയാലും, സമ്മേളനങ്ങൾ നടത്തിയാലും അത് പ്രവാചക സ്നേഹമാവില്ല. അതുകൊണ്ട് പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ചൈത്യ ജീവിതത്തിൽ പകർത്തി അതുമായി മുന്നോട്ട് പോകാൻ. കിതാബുകൾ നിങ്ങൾ പരിശോധിച്ചാൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാണാം. എന്തിന്റെ പേരിലാണെന്ന് അറിയാവോ? പ്രവാചകന്റെ താടിരോമം എത്ര എണ്ണം നരച്ചിട്ടുണ്ട് എന്ന് വിവരിക്കാൻ ഏകദേശം 260 പേജുള്ള ഗ്രന്ഥങ്ങൾ നമ്മുടെ രാജ്യത്ത് നമുക്ക് വായിക്കാൻ പറ്റും. അങ്ങനെ പ്രവാചകന്റെ ജീവിതത്തിലെ ഓരോ സംഗതികളും അത് 8 അല്ല 9 എന്ന് പറയുന്ന അത്തരമുള്ള തർക്കങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ പ്രവാചകൻ എങ്ങനെ ജീവിച്ചു, ഏതുപോലെയാണ് നടന്നത്, എങ്ങനെയാണ് ശ്വാസം കഴിച്ചത്, എങ്ങനെയാണ് ഭാര്യമാരോട് പെരുമാറിയത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ലോകത്തിന് മുമ്പിലുണ്ട്. അതൊക്കെ വായിച്ച്, അതൊക്കെ പഠിച്ച്, അതൊക്കെ മനസ്സിലാക്കി അത് പിൻപറ്റി ജീവിക്കാൻ പടച്ചതമ്പുരാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ അമാലനാ വസ്തജിബ് ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശരിക്ക് ഇവിടെ പ്രസംഗം നടത്തിയിട്ടുള്ള ഓരോരുത്തരും ശരിക്കും ഒരു മുഴുവൻ സെഷനിൽ പ്രസംഗിക്കേണ്ടവരാണ്. പക്ഷെ നമ്മുടെ സമയം പരിമിതമാണ്. ഇനി നമുക്കറിയാം, ഇന്നത്തെ മദഹുർ റസൂൽ പ്രഭാഷണം നടത്തുന്നത് പ്രിയങ്കരനായിട്ടുള്ള പണ്ഡിതനായിട്ടുള്ള ജാമ്യയിലേക്ക് സമ്മേളനത്തോടനുബന്ധിച്ച് ഏറ്റവും നല്ല പ്രഭാഷണം നടത്തുന്നത് സലാം ഫൈസിയാണ്. അദ്ദേഹം അതൊന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ലെങ്കിൽ നമുക്കത് പറയാതിരിക്കാൻ പറ്റും. അപ്പോൾ മദഹുർ റസൂൽ പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചത് ഒരു 3 ദിവസം മുമ്പ് നൗഷാദ് പുഞ്ച എന്ന കേരളത്തിലെ ഒരു കവിയുടെ ഒരു വീട്ടിലൊരു മദഹുർ റസൂൽ ചടങ്ങുണ്ടായിരുന്നു. ഒരുപാട് പ്രതിഭകളും ON കരുവാരക്കുണ്ടിനെ പോലെയുള്ളവരാണ് ശ്രോതാക്കൾ. അവിടെ സലാം ഫൈസിയാണ് പ്രഭാഷണം നടത്തിയത്. നേരത്തെ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കാൻ അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പ്രഭാഷണം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, കുറച്ച് സമയം ഞങ്ങൾക്ക് അങ്ങ് വരണം. ചെന്ന് വേറെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നിരിക്കുന്നു. യോഗകളൊക്കെ ക്യാൻസൽ ആക്കിയിട്ട് കൂടിയായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. എന്തായിരുന്നാലും
പ്രാർത്ഥനകളോടെ ബഹുമാനപ്പെട്ട സനഫീസിയെ ക്ഷണിക്കുന്നു. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اليوم الآخر وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس. ഖുർആൻ ഞാനത് വിശദീകരിക്കാൻ സമയമില്ല. നമ്മുടെ മനസ്സാണ് പ്രധാനം, കേവലമായ ബാഹ്യമായ ചേഷ്ടകളല്ല. അവിടെയാണ് ഹൃദയത്തിന്റെ വിശാലതയുടെ പ്രസക്തി വരുന്നത്. നമ്മുടെ മനസ്സാണ് തിരിഞ്ഞു നിൽക്കേണ്ടത്. നാം തിരിഞ്ഞു നിൽക്കുന്നത് റബ്ബിലേക്കാണെന്ന് പറയുന്നത് ഏതൊരു റബ്ബിലേക്കാണ്? ഒരു ദിശയുള്ള റബ്ബല്ല, ജിഹത്തുള്ളവരല്ല റബ്ബുൽ ഇസ്സത്ത്. റബ്ബിന്റെ ഒരു ദിശ നമുക്ക് നിർണയിച്ച് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാൻ പറ്റില്ല. എങ്ങനെയാണ് നമുക്ക് റബ്ബിനെ കാണാൻ പറ്റുക? ഈശ്വരനെ കാണുക എങ്ങനെയാണെന്ന് മഹാകവി ഉള്ളൂർ പറയുന്നുണ്ട്. അടുത്തു നിൽപ്പോരനുജനെ കാണാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനെങ്കിൽ അതിലെന്താശ്ചര്യം. അടുത്തു നിൽക്കുന്ന അനുജനെ കാണാൻ കണ്ണില്ലെങ്കിൽ അരൂപനായ ഈശ്വരനെ കാണാൻ പറ്റില്ല എന്നതിൽ അത്ഭുതമൊന്നുമില്ല. സ്വന്തം ചാരത്ത് നിൽക്കുന്ന അനുജനെ കാണാൻ കണ്ണില്ലെങ്കിൽ, സമഷ്ടികളെ കാണാനുള്ള കണ്ണ് നമുക്കില്ലെങ്കിൽ പിന്നെ അരൂപനായ ഈശ്വരനെ കാണാൻ പറ്റില്ല. ഖുദ്സിയ ഹദീസിൽ കാണാം, മഹ്ശറിൽ അല്ലാഹു തആല ഒരാളോട് ചോദിക്കുകയാണ്, ഞാൻ രോഗിയായി കിടന്നപ്പോ കാണാൻ വന്നില്ലല്ലോ. ആ മനുഷ്യൻ അല്ലാഹുവോട് പറയുകയാണ്, നീ രോഗിയോ? വാന്ത റബ്ബുൽ ഇസ്സ, നിനക്കെങ്ങനെ രോഗമുണ്ടാകും? ഞാൻ അങ്ങനെ ഒരു വിവരം അറിയുന്നില്ലല്ലോ നിന്നെ കാണാൻ വരാൻ. അപ്പൊ അല്ലാഹുവിന്റെ മറുപടി, ഞാൻ രോഗിയായി നീ അറിഞ്ഞില്ലെന്നത് ശരി, പക്ഷേ എന്റെ ഇന്നാലിന്ന അടിമ രോഗിയാണെന്ന് നീ അറിഞ്ഞിരുന്നില്ലേ? അവനെ സന്ദർശിക്കാനും പരിചരിക്കാനും നീ അവന്റെ അടുത്ത് പോയിരുന്നെങ്കിൽ അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു എന്നാണ് അല്ലാഹുവിന്റെ മറുപടി. ഇതുതന്നെ വസ്ത്രമില്ലാത്തവന്റെ കാര്യത്തിൽ, ദാഹിച്ചു വലഞ്ഞവന്റെ കാര്യത്തിൽ, അങ്ങനെ ഓരോ കാര്യത്തിലും ഇത് ആവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഈ അടിമ ചോദിക്കുന്നുമുണ്ട്, വാന്ത റബ്ബുൽ ഇസ്സ. ഒരേ അടിമയോടായിരിക്കില്ലല്ലോ ഈ ചോദ്യം. ഒരേ അടിമയോടാണെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് ഇതിന്റെ സെൻസ് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ഓരോ സന്ദർഭം അനുസരിച്ച് നാം സഹായിക്കേണ്ടവരെ, ചേർത്തു പിടിക്കേണ്ടവരെ ചേർത്തു പിടിച്ചിട്ടില്ലെങ്കിൽ എന്നതാണ് നമുക്ക് നഷ്ടമാവുക. അള്ളാഹുവിനെ കാണണമെങ്കിൽ കേവലമായ ആചാരങ്ങളിലല്ല, നമ്മുടെ കർമ്മങ്ങളിലൂടെയാണ്, മനസ്സിന്റെ ആഭിമുഖ്യത്തിലൂടെയാണ് നമുക്ക് റബ്ബിനെ കാണാൻ പറ്റുക. പറഞ്ഞു വന്നത് കഅബ മാറ്റുക എന്നത് പോലും സഹിക്കുകയായിരുന്നു. കഅബയല്ല, ഖിബ്ല മാറ്റുക. ഖിബ്ല മാറ്റുകയാണ്. 17 മാസക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിസ്കരിച്ചത് മസ്ജിദുൽ അഖ്സയിലേക്കാണ്. ഇന്ന് നമ്മൾ മദീനയിൽ പോകുന്ന ആളുകൾക്ക് കാണാം മസ്ജിദുൽ ഖിബ്ലത്തൈൻ. സാധാരണ എല്ലാവരും സന്ദർശിക്കുന്നതിൽ പെട്ടത് ആ മസ്ജിദുൽ ഖിബ്ലത്തൈൻ. രണ്ട് ഖിബ്ലയിലേക്കും തിരിഞ്ഞ് നിസ്കരിച്ച പള്ളിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പള്ളിയിൽ, അന്നവിടെ പള്ളിയൊന്നുമില്ല, ആ സ്ഥലത്ത് അതില് ഗോത്രത്തെ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി ഒരു കുടുംബത്തിന്റെ അടുത്ത് വന്നപ്പോൾ അവിടെയാണ് നിസ്കരിക്കാൻ സൗകര്യപ്പെട്ടത്. അങ്ങനെ നിസ്കരിക്കുമ്പോഴാണ് ഖിബ്ല മാറ്റത്തിന്റെ ആയത്ത് വന്നതെന്നും അപ്പോ അവിടെ വെച്ചാണ് മാറിയതെന്നും ഒരഭിപ്രായം. അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ തന്നെയാണ് ഖിബ്ല മാറിയ നിസ്കാരം നിസ്കരിച്ചത്. പക്ഷേ ആ നിസ്കാരത്തിൽ പങ്കെടുത്ത ആളുകൾ ഇവിടെ വന്നപ്പോ ഇവിടെ നിസ്കാരം നടക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ ആളുകളോട് ആ വിവരം പറഞ്ഞപ്പോ അവര് മാറിയതാണ്. ഇങ്ങനെ രണ്ടഭിപ്രായമുണ്ട് മസ്ജിദുൽ ഖിബ്ലത്തൈനിയെ പറ്റി. എന്താണെങ്കിലും ആ മസ്ജിദുൽ ഖിബ്ലത്തൈനി ഇന്ന് മദീനയിൽ പോയാൽ നമുക്ക് കാണാം. എന്താണ് അതിന്റെ പ്രത്യേകത? മസ്ജിദുൽ ഖിബ്ലത്തൈനി എന്നാൽ ഇപ്പോൾ നമ്മുടെ കഅബയിലേക്കുള്ള മിഹ്റാബ് അവിടെ ഉണ്ട്. എന്നാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റിലാണ്, മിഹ്റാബായിട്ടില്ല, ഒരു അടയാളം മാത്രം ചുവരിന്റെ മുകളിൽ കാണാം. ഓപ്പോസിറ്റിലാണ് മസ്ജിദുൽ അഖ്സ വരിക. മസ്ജിദുൽ ഹറാമിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് മദീനയിലെ മസ്ജിദുൽ അഖ്സ. എന്ന് പറഞ്ഞാൽ നേരെ തിരിഞ്ഞു നിന്നാണ് നിസ്കരിക്കേണ്ടി വരിക. നിസ്കാരത്തിന് നേരെ 180 ഡിഗ്രിയിൽ തിരിഞ്ഞ്, അങ്ങനെയാണ് രണ്ട് ഖിബ്ലയിലേക്ക് നിസ്കാരം ഉണ്ടാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയുന്നത്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ. നബി ആകാശത്തേക്ക് വഹി വരുമോ എന്ന താല്പര്യത്തോടെ നോക്കി നിൽക്കുന്ന തങ്ങളുടെ മനസ്സ് നാം കാണുന്നുണ്ട്. അല്ലാഹു പറയാണ്, നിങ്ങളുടെ മനസ്സിൽ ഒരു മോഹം ഉദിച്ചത് ഞാൻ അറിയുന്നു. എന്താണ് ആ മോഹം? വഹിയുമായി ജിബ്രീൽ അലൈഹിസ്സലാം വരുമോ? ഏതൊരു വഹി?
കൊച്ചുനാൾ മുതലേ കണ്ടു വളർന്ന പൂർവ്വപിതാവായ അനദഅ്വതു അബി ഇബ്രാഹിം എന്ന് പറഞ്ഞ പ്രകാശവും എല്ലാ വേദികളുടെയും തുല്യമാനായ പ്രകാശം കടന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ നീട്ടുക എന്നത്, ഇനി ഞാൻ പറയുക എന്നത് ശരിയല്ലെന്ന തിരിച്ചറിവോടെ ഈ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്ന് രണ്ട് ഉദാഹരണമേ പറഞ്ഞുള്ളൂ. നബി തങ്ങളുടെ മനസ്സിലെ ആഗ്രഹം ചോദിക്കാതെയാണ് അത് നിർവഹിച്ചു കൊടുക്കുക. മൂസാ നബിയുടെ കാര്യത്തിൽ അതാണ്. നബി തങ്ങളുടെ കഅബ മാറ്റുന്നതിൽ അതാണ്. നബി തങ്ങളുടെ മനസ്സിൽ ഒരു വഴി ആഗ്രഹിക്കുമ്പോൾ അല്ലാഹു തആല പറയുകയാണ്, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. നമ്മുടെ ഖിബ്ല പോലും നബി തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചാണ് അല്ലാഹു തീരുമാനിക്കുന്നത്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർവാഹ. മദീനയിൽ സിയാറത്തിന് പോയിരിക്കുമ്പോൾ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിച്ചുകൊണ്ട് സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് സലാം പറയുമ്പോൾ നമ്മൾ പിന്നിടുന്നത് കഅബയാണെന്ന് ഓർക്കണം. അവിടെ കഅബ നമ്മുടെ പിന്നിലാണ്. ഹറൂൻ റഷീദിന്റെ കാലത്ത് രാജാവിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. ചോദിച്ചു ഇമാം മാലിക് തങ്ങളോട്, ഞാൻ റസൂലുള്ളാഹിനെയാണോ അഭിമുഖീകരിക്കേണ്ടത്, ഖിബ്ലയെയാണോ ദുആയിൽ അഭിമുഖീകരിക്കേണ്ടത്? സലാം റസൂലുള്ളാഹിക്ക് പറഞ്ഞിട്ട് ദുആയിക്കാൻ ഇങ്ങോട്ട് തിരിയണം. അത് ഇയാള് ഷിഫയിൽ പറയുന്നുണ്ട്. മഹാനായ മാലിക് ഇമാം അന്ന് രാജാവിനോട് കൊടുത്ത ഫത്വ, നിങ്ങൾ ദുആ ചെയ്യുമ്പോഴും തിരിഞ്ഞു നിൽക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്കാണ്. കാരണം ഫഇന്നഹു ഖിബ്ലതുക വ ഖിബ്ലതു അബീക ആദം. നിങ്ങളുടെയും നിങ്ങളുടെ പിതാവായ ആദം അലൈഹിസ്സലാമിന്റെയും ഖിബ്ല അല്ലാഹുവിന്റെ റസൂലാണ്. ഖിബ്ല റസൂലുള്ളാഹിന്റെ താല്പര്യത്തിനാണ് അല്ലാഹു തആല മാറ്റി തരുന്നത്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർവാഹ. അതുകൊണ്ടാണ് കഅബയല്ല, അതിന്റെയൊക്കെ അപ്പുറം മഹാനായ ഇബ്നു അഖീൽ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, മദീനയിലെ ഹുജ്റത്തു ഷരീഫയാണോ മക്കയിലെ കഅബത്തു ഷരീഫയാണോ അഫ്ളലെന്ന്? മറുപടി, നിങ്ങളുടെ ചോദ്യം അൻ മുജറദിൽ ഹുജ്റ, മദീനയിലെ ഹുജ്റത്തു ഷരീഫ ആ മുറിയെ പറ്റി മാത്രമാണെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ഷരീഫ് ഉൾക്കൊള്ളുന്ന ആ മുറി, അന്ന് നബി തങ്ങൾ ഇല്ലാത്ത സമയത്തെ കേവലം മുറി മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ ഫഇന്നഹ അഫ്ളലു, കഅബ തന്നെയാണ് അഫ്ളൽ. മദീനത്തെ ആ മുറി മാത്രമാണെങ്കിൽ. എന്നാൽ നിങ്ങളുടെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മുറിയിൽ ഉണ്ടായിരിക്കെ, ഇപ്പൊ എന്തായാലും ഉണ്ടല്ലോ, ജീവിതകാലത്ത് നബി തങ്ങൾ ഇറങ്ങിപ്പോയ സമയത്താണെങ്കിൽ കഅബയാണ് അഫ്ളൽ എന്ന് പറയാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള അവിടുത്തെ ദാത്തു ഷരീഫ ആ മുറിയിലുള്ള സമയത്തെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ ഫഇന്നഹ അഫ്ളലു മിനൽ കഅബ മാത്രമല്ല പറഞ്ഞത്. ഹുജ്റത്തു ഷരീഫ കഅബയേക്കാൾ അഫ്ളലാണെന്നല്ല, ഫഇന്നഹ അഫ്ളലു മിനൽ അർശി വൽ കുർസി എന്നാണ് ഇബ്നു അഖീൽ തങ്ങൾ. ഇതെല്ലാം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ എടുത്തു പറഞ്ഞു, ഇബ്നു ഖയ്യിം തങ്ങൾ പറഞ്ഞു, എല്ലാവരും ഇത് ഉദ്ധരിച്ച് അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞു, മഹത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശരീരം ഉൾക്കൊള്ളുന്ന മദീനയിലെ ഹുജ്റത്തു ഷരീഫ അത് അർശിനേക്കാൾ കുർസിയിനേക്കാൾ അഫ്ളലാണ്, അല്ലാഹുവിന്റെ അർശിനേക്കാൾ അഫ്ളലാണ്. കാരണം ഫഇന്ന ഫീഹാ ജസദ, അവിടെയുള്ള ഒരു ശരീരമുണ്ടല്ലോ, ആ ശരീരം ലൗ ഉസിന ബിഹിമാ ലറജ. അർശും കുർസിയും നിങ്ങൾ ഒരു തട്ടിലിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ മറ്റൊരു തട്ടിൽ വെച്ചാൽ റസൂലുള്ളാഹിന്റെ തട്ടേ താഴെ നിൽക്കുള്ളൂ. അഷ്റഫുൽ ഖൽഖ് നബി തങ്ങളല്ലേ, അഷ്റഫുൽ ഖൽഖ്. ശംസുൽ ഉലമക്ക് ആശ്വാസമായി നിലകൊണ്ട പല സമയത്ത് ജാമ്യയുടെ സമയത്ത് വലിയൊരു വ്യക്തിത്വമാണ്. അപ്പൊ അദ്ദേഹം ദുആ ചെയ്യും. إلى حضرة الوحيد نبينا مصطفى محمد صلى الله عليه وسلم. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب من شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم.
ونعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم على النبي النور الأمي وعلى آله وصحبه وسلم. اللهم اوصل وبلغ ثواب ما قرأناه من القرآن العظيم وصلينا هذه هدية واصلة ورحمة نازلة وبركة شاملة إلا إلى حضرة نبينا وشفيعنا وحبيبنا محمد مصطفى صلى الله عليه وسلم وإلى حضرات أرواح آبائه وإخوانه من الأنبياء والمرسلين خاصة، إلى حضرات أرواح سائر الأنبياء والمؤمنين، إلى حضرات أرواح والدنا ومشايخنا وأساتذتنا وأقاربنا وأصحابنا وأحبابنا، وإلى حضرات أرواح جميع المؤمنين والمؤمنات. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ അനുഗ്രഹീതമായ സദസ്സിൽ സന്നിധരായിട്ടുള്ള ബഹുമാനപ്പെട്ട സയ്യിദുമാരടക്കമുള്ള വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികളെ, നമുക്കറിയാം ഈ ചടങ്ങിന്റെ പ്രാധാന്യം. ഇത് ബഹുമുഖമായ മാനങ്ങളുള്ളൊരു ചടങ്ങാണ്. ഇത് PTA യോഗമാണ്. അതുപോലെ തന്നെ പ്രൊഫറ്റ് ബ്ലസം, പ്രവാചകരാകുന്ന പൂക്കാലം എന്ന ഒരു തലക്കെട്ടിലാണ് ഇന്നത്തെ ഈ ചടങ്ങ് ബാക്ക്ഗ്രൗണ്ടിലെ ബാനറിലുള്ളത്. അതുപോലെ ഇന്ന് കുട്ടികളുടെ സീൽ എന്ന സ്റ്റുഡൻസ് യൂണിയന്റെ ഇനാഗുറേഷൻ കൂടിയാണ്. ബഹുമാനപ്പെട്ട പ്രതിഭാവനായിട്ടുള്ള CH ഇബ്രാഹിം സാഹിബാണ് ആ ഒരു വിശിഷ്ട കർമ്മം നിർവഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുക ഔപചാരികതയ്ക്ക് വേണ്ടി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിസാ കോളേജ്, അതിൽ ആദ്യമായിട്ട് ഇവിടെ വന്നവരൊക്കെ SPA ഒക്കെ ആദ്യമായിട്ട് വരികയാണ്. SPA പോലുള്ളൊരു പ്രതിഭ നമ്മുടെ സ്ഥാപനത്തിൽ എത്തുന്നത് നമുക്ക് അഭിമാനമാണ്. സലീം സാർ വിജയഭേരി എന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വളരെ ബുദ്ധിപരമായി വിശദാപരമായി നേതൃത്വം നൽകുന്ന അപൂർവമായിട്ടുള്ള ഒരു പ്രതിഭയാണ്. അപ്പൊ നമുക്കറിയാം ഈ ഒരു കാലം ഒരുപക്ഷെ ഈ ഹ്യൂമൻ വാല്യൂസ്, മനുഷ്യത്വത്തിന്റെ മാനുഷിക മൂല്യങ്ങൾ അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു അവസാനത്തെ തലമുറയായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ. നമുക്കറിയാം 2050 ആകുമ്പോൾ മനുഷ്യനും സംസാരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് സർവേ പറയുന്നത്. ഒക്കെ യന്ത്രങ്ങളോടായിരിക്കും നമ്മുടെ സംസാരം. ഇപ്പോ കുറച്ചു മുമ്പ് അമേരിക്കയിൽ ആഡം എന്ന് പറഞ്ഞ ഒരു 16-കാരൻ ആത്മഹത്യ ചെയ്തു. ആഡമിന്റെ മാതാപിതാക്കൾ കേസ് കൊടുത്തത് ആർക്കെതിരാണെന്ന് അറിയാം? ChatGPTക്കെതിരാണ് കേസ് കൊടുത്തത്. എന്താ കാരണം എന്ന് വെച്ചാൽ ChatGPT നമ്മൾ എന്താണോ ചോദിക്കുന്നത് ആ ചോദ്യകർത്താവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് മറുപടി പറയുന്നത്. ആഡം ഒരു ജീവിതം അടുത്തൊരു കുട്ടിയായി. അതുകൊണ്ട് അവന് ആത്മഹത്യയെ കുറിച്ച് സംസാരിച്ചപ്പോൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു. അവന് ആത്മഹത്യ എത്ര നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്നതൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതിന്റെ പ്രചോദനം കൊണ്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ വാർത്ത വായിച്ചപ്പോൾ ഞാൻ അതിന് ചോദിച്ചു, എനിക്ക് കണ്ണുടിക്കാൻ താല്പര്യമുണ്ട്, അതിന് സൗകര്യപ്രദമായൊരു സാഹചര്യം എനിക്ക് പറഞ്ഞു തരുന്നത് പറഞ്ഞു. അപ്പൊ എന്നോട് അത് പറഞ്ഞ എന്താ അറിയോ, ഒരിക്കലും കണ്ടുപിടിക്കാൻ പാടില്ല, ഹറാമാണെന്ന്. കാരണം മുമ്പ് വരെ എനിക്ക് എന്റെ ആശയം എന്താണെന്ന് അറിയാം. അപ്പൊ ഇങ്ങനെ ഈ വളരെ പ്രശ്നം പിടിച്ചൊരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് സർവേ നടത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പറയുന്നത് എന്താ, ഈ താന്തോന്നികളായ പെൺകുട്ടികളാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് സർവേ പറയുന്നത്.
ഇപ്പൊ നമുക്കറിയാം, നമ്മള് പുറത്തേക്ക് ഇറങ്ങി ഇപ്പൊ നമ്മളെ കുട്ടികൾക്കാർക്കെങ്കിലും വിവാഹാരം നടത്തുകയാണെങ്കിൽ പെൺകുട്ടികളെ കിട്ടാൻ, പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയൊക്കെ ഇഷ്ടംപോലെ പെൺകുട്ടികളാണ്. അവരുടെ കയ്യിലാണ് അധികാരം. നേരത്തെ ഇവിടെ സലീം സാറൊക്കെ പറഞ്ഞതുപോലെ, എസ് പി ഒക്കെ പറഞ്ഞതുപോലെ, ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്ന് നോക്കിയാൽ അവിടെ എല്ലാവരും പെൺകുട്ടികളാണ്. വലിയ സ്ഥാപനങ്ങളിൽ ഞാനൊരു BEd ട്രെയിനിങ്ങിന് പോയപ്പോൾ അവിടെ 100 കുട്ടികൾ ഒരാൺകുട്ടി മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള 99 കുട്ടികൾ പെൺകുട്ടികൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് നിസാ കോളേജിന്റെ പ്രസക്തി. നമുക്കറിയാൻ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന മക്കൾ നമ്മൾ അഭിമാനത്തോടും ആത്മവിശ്വാസത്തോടും പറയുന്നു, ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾ മുഴുവൻ തഹജ്ജുദ് നിസ്കരിക്കുന്ന മക്കളാണ്. ഞങ്ങൾ തീരുമാനിച്ചത് തഹജ്ജുദ് ഇസ്ലാമിൽ നിർബന്ധമല്ല, പക്ഷേ നമ്മൾ നിർബന്ധിക്കാതെ നിന്നിട്ടും കുട്ടികൾ സ്വമേധയാ തഹജ്ജുദ് നിസ്കരിക്കുന്ന മക്കളാണ്. നബിദിനത്തോടനുബന്ധിച്ച് റബീഉൽ അവ്വൽ വന്നാൽ നമ്മുടെ കുട്ടികൾ ഓരോ ദിവസവും രസകരമായിട്ട് മൗലിദ് പാരായണം നടത്തിക്കൊണ്ടിരിക്കണം. സയൻസ് പഠിക്കുന്ന മക്കൾ. അപ്പൊ അതാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രസക്തി. ഇവിടെ 100 ഭാഷയിൽ കുട്ടികൾ സ്ഥാപനത്തിന്റെ ചരിത്രം എഴുതിയിട്ടുണ്ട്. ഈ ട്രാൻസ്ലേഷൻ സംവിധാനങ്ങൾ AI ട്രാൻസ്ലേഷൻ വരുന്നതിന് മുമ്പാണ്. ഇന്റർനാഷണൽ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നു. അംബാസഡർമാരൊക്കെ വരുമ്പോൾ അവരോട് അഭിമുഖം നടത്തുന്നു. വളരെ ദൈക്ഷണികമായി ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഓൾറെഡി ഇവിടെയുള്ള പാഠപുസ്തകങ്ങൾ കുട്ടികൾ എഴുതിയതാണ്. അപ്പൊ അങ്ങനെ വൈജ്ഞാനികമായും വിദ്യാഭ്യാസപരമായും വളരെ ഉയർന്ന നിലവാരം നമ്മുടെ കുട്ടികൾ പുലർത്തുന്നതോടൊപ്പം തഹജ്ജുദ് നിസ്കരിക്കുന്നു. അവരുടെ പ്രാർത്ഥനാ മുഖരിതമായ അന്തരീക്ഷമാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ. പല കുട്ടികളോട് വന്ന് ചേരുമ്പോൾ കുട്ടികളുടെ കൂടെയുള്ളവർക്ക് ചോദിക്കും, എന്തിനാ നിസ്സയിൽ ചേരുന്നത്? അതിന്റെ ഉത്തരം കുട്ടികൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ദുന്യാവും ആഖിറും ഉണ്ടാവും. പുതിയ തലമുറക്ക് ചിന്തയിൽ കുറച്ചു മുമ്പൊക്കെ ഇവിടെ പരസ്യം ചെയ്യുമ്പോൾ അച്ചടക്കമുള്ള സ്ഥാപനം എഴുതി, തികഞ്ഞ അച്ചടക്കമുള്ള പരസ്യവാചകം നമ്മുടെ ബ്രോഷറുകളിൽ നമ്മൾ ചേർത്തിട്ട് ഇപ്പൊ നമ്മൾ എഴുതാറില്ല. കാരണം അത് എഴുതിയ പിന്നെ കുട്ടികൾ വരില്ല. അത്രയ്ക്ക് പ്രശ്നം പിടിച്ചൊരു കാര്യത്താണ് നമ്മൾ ജീവിച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഞാൻ Safa Fatima K. Next, I would like to invite Hasna TM, Best Designer Award 2024 and 25. വേദി ലോഗോ പ്രകാശനത്തിന്റെ സാക്ഷിയാകുന്നു. പ്രകാശനം ചെയ്യുന്നത് പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ. നമ്മളൊക്കെ കാത്തിരിക്കുന്നു CH ഇബ്രാഹിം സാഹിബ് നമ്മുടെ യൂണിയൻ ഇനാഗുറേഷൻ ഓഫീഷ്യലി വളരെ വളരെ സന്തോഷത്തോടും ആദരവോടും ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ അനുഗ്രഹീതമായ ഈ ചടങ്ങിന്റെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെയൊക്കെ മാർഗദീപമായ മതേതര ഇന്ത്യയിലെ യുവതക്ക് റോൾ മോഡലായ പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, ഇവിടെ ആത്മീയ പ്രഭാഷണം നടത്തിയ നമ്മുടെയൊക്കെ ഏറെ ആദരണീയനായ സലാം ഫൈസി, എൻ്റെ ആത്മ സുഹൃത്തും ഒരു ലോകത്ത് മുഴുവൻ സഹൃദയ വലയങ്ങളുള്ള ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വം കൂടിയായ സലാം അമാനത്ത് ഫൈസി, ഉമർ വക്കീൽ തുടങ്ങി എൻ്റെ പ്രിയ സുഹൃത്ത് കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റും നല്ല പ്രഭാഷകനുമായ ST കുഞ്ഞമ്മദ് സാഹിബ്,
മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് മുന്നോക്കത്തിന് കാരണക്കാരിൽ ഒരാളായി എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന സലീം മാഷ് ഉൾപ്പെടെ, അതുപോലെ ഐഡിയൽ കോളേജിന്റെ സാരഥി മജീദ് സാഹിബ് ഉൾപ്പെടെ വേദിയിലെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സലാം ഫൈസി ഏറ്റവും ഹൃദയത്തിൽ തട്ടി പിടിക്കുന്ന മാലാക കുഞ്ഞുങ്ങൾ, ഇന്നത്തെ ഈ പ്രോഗ്രാമൊക്കെ നിങ്ങളാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സദസ്സിലെയും വേദിയിലെയും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ലോകത്ത് ഇന്നേ വരെ ജീവിച്ചതിൽ ഏറ്റവും വലിയ പുണ്യപുരുഷൻ, ലോകത്തിന് മുഴുവൻ വെളിച്ചമായി പടച്ച തമ്പുരാൻ അനുഗ്രഹിച്ച് നിയോഗിച്ച അന്ത്യപ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500ാമത്തെ ജന്മദിനത്തിൽ ഇങ്ങനെ നിങ്ങളുമായി ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെക്കുകയാണ്. ഞാൻ കുറെ പ്രാവശ്യം നിങ്ങളുടെ കോളേജിൽ വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒരു യൂണിയൻ ഇനോഗ്രേഷൻ ഒരിക്കൽ 4 കൊല്ലം മുമ്പിട്ട് യൂണിയൻ ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഇവിടെ വന്നത് കുവൈത്ത് പ്രിൻസസ് ഷെയ്ഖ് മറായം അൽ ഖൈർ അൽ സബ, അതുപോലെ തന്നെ തുണീഷ്യൻ വിദ്യാഭ്യാസ മന്ത്രി, ഡെൻമാർക്കിലെ അണ്ടർ സെക്രട്ടറിമാർ, ഫ്രാൻസിൽ നിന്നുള്ള ഒരു കോളേജ് പ്രൊഫസർ തുടങ്ങി കുറെ വിദേശ പ്രതിനിധികളുടെ കൂട്ടത്തിലായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോ കുവൈത്ത് പ്രിൻസസ് ഷെയ്ഖ മറായം അൽ ഖൈർ, അവിടുത്തെ രാജാവിന്റെ മകളാണ്. അവരുടെ ഹസ്ബൻഡ് അവിടുത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അവരുടെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം മകനാണ് ആഭ്യന്തരമന്ത്രി. 5 തവണ, നിങ്ങൾക്കൊക്കെ റോൾ മോഡലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ്. 5 തവണ അവര് ലോകത്ത് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ വുമൺ ദ വേൾഡ് എന്നുള്ള അംഗീകാരം നേടിയ വ്യക്തിത്വമാണ്. അങ്ങനെ ഒരു വ്യക്തിത്വം നിങ്ങൾക്കെല്ലാം വേണ്ടി സലാം പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാവിലെ വരുമ്പോൾ ഇന്നവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്റെ നിസാർ കോളേജിലെ എന്റെ ഈ സലാം ഫൈസി പറയുന്ന ഈ മാലാക കുഞ്ഞുങ്ങളോടൊക്കെ അസ്സലാമു അലൈക്കും പറയാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാനതോട് പറഞ്ഞു വെക്കുകയാണ്. ഞാൻ നമ്മളൊക്കെ സാധാരണ ഈ നബിദിന മാസത്തില് എന്ത് ചെയ്യും എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ സാധാരണ ഇപ്പൊ 5 വർഷമായിട്ട് ചെയ്യുന്നത് ഈ ഒരു 5 പ്രവാചകനെ പറ്റി എഴുതിയ ഒരു 5 പുസ്തകം സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു പുസ്തകം കൃത്യമായി വായിക്കുക എന്നുള്ളതാണ്. അതിപ്പോ കഴിഞ്ഞ 5 കൊല്ലമായി ഞാൻ വായിച്ചത് 25ഓളം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ആ വായിച്ച പുസ്തകം ഞാൻ അങ്ങനെ ഏറെ ബഹുമാനിയായ സദസ്സിലേക്കുള്ള അതിഥിയായി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട മുസ്ലിം ഇവിടെ സന്നദ്ധരായിട്ടുള്ള മറ്റു വിജയപുരിയുടെ സലീം സാഹിബ് നമ്മുടെ ബഹുമാനായ നേതാക്കളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥി വളരെ സന്തോഷവും അതിലപ്പുറം ആഹ്ലാദവും അതുപോലെ ഉത്തരവാദിത്വവും നിറഞ്ഞ ഒരു സദസ്സാണ്. നൂരിയ യതീംഖാനയുടെ കീഴിൽ നമുക്ക് വിവിധ സ്ഥാപനങ്ങൾ ഇതിനകം തന്നെ തുടങ്ങാൻ നമുക്ക് സാധിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായി നിസാർ കോളേജ് വളരുകയും ചെയ്തിട്ടുണ്ട്. നിസാർ കോളേജ് ഇത്രത്തോളം അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു എന്നുള്ളത് നമ്മുടെ പെൺകുട്ടികൾക്ക് എത്രത്തോളം ഉയരാൻ സാധിക്കും, ഏതുവരെയും അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് ഇവിടുത്തെ പഠന കാലയളവിൽ ഓരോ വർഷവും തെളിച്ചുകൊണ്ടിരിക്കുകയാണ്.
കുട്ടികളുടെ ഒരു പാഷൻ അതെനിക്ക് കൃത്യമായി ബോധ്യമുള്ള ഒരു കാര്യമാണ്. ഞാൻ മലേഷ്യയിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അവിചാരിതമായി കോരിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു സഹോദരി എന്നെ വഴി വെച്ച് വന്നു. അവരുടെ പേര് മറിയമാണ്. അത് ഇന്തോനേഷ്യയിലെ ആച്ചയിൽ നിന്നുള്ള ഒരു സഹോദരി. ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു പരിപാടി നടത്തുന്നുണ്ട്. ആച്ചെ എന്ന് പറയുന്ന ഒരു പ്രദേശം മുസ്ലിങ്ങൾ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അവിടെ ഒരുപാട് സഹായങ്ങൾ, ഇപ്പം നമുക്കറിയാം പാലസ്തീനിൽ പോലുള്ള അത്രയധികം പ്രശ്നമില്ലെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രദേശം. അപ്പൊ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ സഹായത്തിന് വേണ്ടി ഒരു ചാരിറ്റി കൺസേർട്ട് നടത്തുന്നുണ്ട്. അതിന്റെ പരിപാടിയുടെ സ്വാഗത സംഘ കമ്മിറ്റിയിൽ താങ്കൾക്ക് ചേരാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇതിന്റെ വിശദമായ വിവരങ്ങൾ ചോദിച്ചു. മയാദ എന്ന് പറയുന്ന ഒരു 10-12 വയസ്സുള്ള പെൺകുട്ടി, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ വളരെ അറിയപ്പെടുന്ന ഒരു ഗായികയാണ്. ഈ നഷീദ് അതുപോലെ പ്രവാചക പ്രകീർത്തനങ്ങളൊക്കെ പാടിക്കൊണ്ട് അവരുടെ മനസ്സ് ഒക്കെ സ്വാധീനിച്ചിട്ടുള്ള കുട്ടിയാണ്. അപ്പൊ അവര് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ വരുന്ന പറയുമ്പോൾ ആ ഒരു മലേഷ്യ ഇന്തോനേഷ്യയിലുള്ള കുട്ടികൾക്ക് ഒരു താല്പര്യമാണ്. പിന്നെ ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഞങ്ങൾക്ക് കമ്മിറ്റിയിൽ ആൾ വേണം എന്ന് എന്നോട് പറയുകയാണ്. അപ്പൊ ഞാനും എൻ്റെ മറ്റൊരു സുഹൃത്തും പോയി നോക്കാം എന്ന് പറഞ്ഞ് അതിൻ്റെ ആദ്യത്തെ ഒരു കമ്മിറ്റി മീറ്റിങ്ങിൽ പോയി. അപ്പൊ അതിൽ എങ്ങനെയാണ് ആ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിൽ അതിൽ ഒരുപാട് ഭൂരിപക്ഷം കുട്ടികൾ പെൺകുട്ടികളായിരുന്നു. അവരുടെ ഒരു സംഘാടക മികവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ ഓരോ കാര്യവും വളരെ പാഷനോടുകൂടി ആത്മാർത്ഥതയോടുകൂടി അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടി അവർ നടത്തുകയും ആ പരിപാടി കഴിയുന്നതോടുകൂടി എല്ലാവർക്കും അവർ ഓരോ അസൈൻമെന്റ് കൊടുക്കുകയും അധികാരങ്ങൾ വികേന്ദ്രീകരിച്ചു കൊടുക്കുക ചെയ്തുകൊണ്ട് അത് സുഗമമായി അത് പൂർത്തീകരിക്കാൻ സാധിച്ചത്, അതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരുപാട് ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മുടെ പെൺകുട്ടികളിൽ നിന്നും കാണാൻ സാധിക്കുകയും അത് മാതൃകയാക്കാൻ നമുക്കൊക്കെ കഴിഞ്ഞു എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ നിസാഗോളിലെ കുട്ടികളെ ചുറ്റുപാടത്തോളം ഇപ്പോഴും പൈസ പറയാറുണ്ട്, ഇവിടുത്തെ കുട്ടികൾ വളരെയധികം പ്രതിഭാശാലികളായിട്ടുള്ള കുട്ടികളാണ്. അവരുടെ കമ്മ്യൂണിക്കേഷൻ, ഓരോ വിഷയങ്ങളിലും അവർക്കുള്ള ഗ്രാഹ്യം, അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ ഓൺലൈനായൊക്കെ അവർ മനോഹരമായ രീതിയിൽ ഇംഗ്ലീഷിലും അറബിയിലും അവർ സംവദിക്കുന്നത് കാണുന്ന കാഴ്ച കാണുമ്പോൾ നമുക്ക് അഭിമാനം. അപ്പം ഓരോ വ്യക്തികൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ നമ്മുടെ ഒരു കൺസ്ട്രെയിൻ ഉണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് ഒരു പരിധി എവിടേക്കെങ്കിലും എത്താൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് അവസരം കിട്ടാറില്ല. പക്ഷേ നിസാ കോളേജിൽ നിന്നിടത്തോളം നമുക്ക് ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ കൊടുക്കാൻ നമുക്ക് സാധിച്ചു. അത് ബഹുമാനായ സലാം ഫൈസിയുടെ ഒക്കെ ഒരു വലിയ ബന്ധം, അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിലെ അറബി ഭാഷാ പണ്ഡിതന്മാരുമായി ഇവിടെ തന്നെ നേരത്തെ പറയേണ്ട ഷേഖ മറിയാം, കുവൈറ്റിലുള്ള പ്രിൻസസ്, അവരുടെ കൂടെ ഡെൻമാർക്കിലെ ഫാത്തിമയും അതുപോലെ ഒരുപാട് വിദ്യാഭ്യാസ വിദഗ്ധന്മാരും അക്കാഡമിഷ്യൻസും ചിന്തകമായ എഴുത്തുകാരൊക്കെ അവരൊക്കെ ഈ കോളേജിന്റെ കൂടെ സഞ്ചരിക്കുന്നതാണ്. ഇപ്പോൾ വിളിച്ചിട്ട് അവർ വരും, അവരുടെ കോൺവെക്കേഷൻ അവർ വന്നിരുന്നു. അപ്പോൾ മറ്റൊരു കോളേജിനും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിൽ നമുക്ക് ആ ഒരു ലിങ്ക് നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മുടെ കുട്ടികളെ പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു എക്സ്പോഷർ നമുക്കിവിടെ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്.
അവരുടെ എഴുത്തും അവരുടെ വായനയും അവരുടെ പ്രസന്റേഷൻ സ്കില്ലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒക്കെ നമുക്ക് മതിപ്പ് ഉണർത്തുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, മറ്റ് കോളേജിൽ പോകുമ്പോൾ ഭൂരിപക്ഷം കുട്ടികളെ നമ്മൾ കാണുമ്പോൾ ഭൂരിപക്ഷം കുട്ടികൾ പെൺകുട്ടികളാണ്. അപ്പോൾ മെറിറ്റനുസരിച്ച് നമ്മുടെ എയ്ഡഡ് കോളേജിൽ കയറുന്ന കുട്ടികൾ ഒരു പുറ കോളേജിൽ പോയി നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് കോളേജിൽ പോയി നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു ഗേൾസ് കോളേജാണ് വിമൻസ് കോളേജാണ് പോകുന്ന രീതിയിലാണ് അവിടെയൊക്കെ കുട്ടികളെ കാണുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ അവർ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അവരുടെ ഇപ്പം നമ്മുടെ കുട്ടികൾ പഠനം കഴിഞ്ഞ് ആ പഠനത്തോടു കൂടി അവരുടെ കരിയർ അവസാനിപ്പിക്കുന്നില്ല, പലരും ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ കുട്ടികൾ. അപ്പോൾ നമുക്ക് നമ്മുടെ ധാർമ്മികമായ ചട്ടക്കൂടുകളിൽ ഒതുങ്ങുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തിത്വം തെളിയിക്കാൻ കഴിയും എന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ. അത് പോയിട്ട് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വളരെയധികം സന്തോഷം നൽകുന്നതാണ്. ഇനി എനിക്ക് നിങ്ങളോട് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടില് ഇന്ന് ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഐ ടിയില് പ്രഗത്ഭ നേടിയവരുണ്ട്. ഇനി നിങ്ങളിൽ നിന്ന്, എസ്പെഷ്യലി മുസ്ലിം പെൺകുട്ടികളിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ ആവശ്യപ്പെടുന്നത്, നിങ്ങളോട് ഉപദേശിക്കുന്നത്, നിങ്ങൾ നമ്മളുടെ IAS നമുക്ക് സിവിൽ സർവീസ് ആയിട്ട് നമ്മുടെ കൂട്ടത്തിൽ ആളുകൾ കുറവാണ്. നിങ്ങളെ പോലത്തെ ദുനിയാവും ആഹ്റവും ആഗ്രഹിക്കുന്ന കുട്ടികൾ അത്രയും ഉയർന്ന സ്ഥാനത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് വളരെ ഉപകാരപ്പെടും. കൂടുതലായിട്ടൊന്നും സംസാരിക്കാനില്ല. ഞാൻ ഇതിന് എല്ലാ ഭാവങ്ങളും ചേർന്നുകൊണ്ട് എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സംശയം വേദിയിലും സദസ്സിലും ഉള്ള വിശിഷ്ട വ്യക്തിത്വങ്ങള്, സമയം വളരെ വൈകിയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ സെക്ഷനോട് അവസാനിക്കുകയാണ്. നമ്മുടെ ഇവിടെ തങ്ങളും ഇവരൊക്കെ സൂചിപ്പിച്ചത്, നമ്മുടെ ഈ പ്രോഗ്രാം നടത്താൻ തെരഞ്ഞെടുത്ത മാസവും ദിവസവും വളരെ പ്രധാനപ്പെട്ട ഒരു മാസത്തിലാണ് നമ്മൾ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഇതിന്റെ മഹത്വം ഇവിടെ ഉസ്താദുമാരും എല്ലാവരും ഇവിടെ വിശദീകരിച്ചു. ഈ ഇബ്രാഹിം ജിയാജി അതുപോലുള്ള നമ്മുടെ പാണക്കാട് തങ്ങന്മാരൊക്കെ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ടും നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതും പ്രത്യേകിച്ച് ഈ സ്ഥാപനം സ്ത്രീകളുടെ വിദ്യാഭ്യാസ ഉന്നതിക്ക് വേണ്ടി നമ്മൾ കാണിക്കുന്ന ഈ താല്പര്യം ഒരു നല്ല പ്രവൃത്തിയായി സ്വീകരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നടത്തുന്നു. സ്വാഗതം. ഇതൊരു പൊതു സദസ്സായതുകൊണ്ടാണ് നമ്മുടെ ഫീമെയിൽ ടീച്ചേഴ്സ് ഒന്നും ഇവിടെ ഒന്ന് പ്രസംഗിക്കാത്തത്. നമുക്കറിയാം, ഈ സ്ഥാപനത്തിന്റെ വിജയശില്പികൾ സത്യത്തിൽ ഇവിടുത്തെ ഫീമെയിൽ ടീച്ചേഴ്സാണ്. വൈസ് പ്രിൻസിപ്പൽ ഷബീറമ്മ, അതുപോലെ തന്നെ സ്റ്റാഫ് സെക്രട്ടറി സിനിമ, അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റ് HOD സയൻസ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ഇസ്ലാമിക് ഡിപ്പാർട്ട്മെന്റ് അൻസിലമ, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് തസ്ലിയമ, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് HOD മലിനായിട്ടുള്ള സഫ്വാൻ വാഫി സർ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ ഹമീദ് സാർ, ഇതൊക്കെ എല്ലാ ആഴ്ചയും വിളിക്കുന്ന ഒരു മഹാനായ ക്രിസ്ത്യനാണ് ഫീസിന്റെ കാര്യത്തിലൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ്, ഞാൻ എല്ലാവരും എടുത്ത് പറയുമ്പോൾ ഒരുപാട് സമയം, അവരൊക്കെയാണ് ഇതിന്റെ വിജയശില്പികൾ. അതുപോലെ തന്നെ നമ്മുടെ മക്കൾ ഇവിടെ എത്ര സുന്ദരമായി അണിയിച്ചൊരുക്കുന്നു. അപ്പൊ ഞങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് കുറെ പോരായ്മയുണ്ട്. മക്കൾ ചെയ്യുകയാണെങ്കിൽ അത് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. ഈ സൗന്ദര്യവൽക്കരണം ഒക്കെ നഈം അടക്കമുള്ള സീലിന്റെ പ്രവർത്തികളാണ്. അപ്പൊ അതുകൊണ്ട് ആ സന്തോഷം കൂടി രക്ഷിതാക്കളോട് പങ്കുവെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഓക്കെ. അപ്പൊ ഇൻഷാ അല്ലാഹ് 3 സ്ഥലത്തോടു കൂടെ ഈ സെഷൻ അവസാനിക്കുന്നു. പിന്നെ ഭക്ഷണം അവിടെ ഉണ്ട്, നേരത്തെ അറിയിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം.